അടുത്ത വർഷം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കടുംവെട്ടിന് തുടക്കമിട്ട് പിണറായി സർക്കാർ. കാലിക്കറ്റ് സർവകലാശാലയുടെ 400 കോടി രൂപ വില വരുന്ന സ്ഥലം സ്വകാര്യ ഏജൻസിക്ക് സ്റ്റേഡിയം നിർമ്മിക്കാൻ സൌജന്യമായി നൽകാൻ സർക്കാർ തലത്തിൽ തകൃതിയായ രഹസ്യ നീക്കം. സർവകലാശാല സിൻഡിക്കേറ്റിന്റെ അറിവോ അംഗീകാരമോ കൂടാതെയാണ് സർക്കാർ സ്ഥലം ഏകപക്ഷീയമായി സ്വകാര്യ ഏജൻസിക്ക് വിട്ടുനൽകാൻ ഗൂഢനീക്കം. സർക്കാർ ഭൂമി സൌജന്യമായി നൽകി തുക നേടാനാണ് പിണറായി സർക്കാർ ശ്രമമെന്ന ആക്ഷേപം ശക്തമായി കഴിഞ്ഞു. കേരള സർവകലാശാലയിൽ നിർമ്മിച്ച ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന് സമാനമായ സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾക്ക് സർക്കാർ തലത്തിൽ രഹസ്യമായി തീരുമാനമായി. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് കിഫ്ബിയിൽ നിന്നും 125 കോടി രൂപയും അനുവദിച്ചു. 700 കോടി രൂപ സ്വകാര്യ ഏജൻസിയുമായി ചേർന്ന് ധാരണാപത്രം വാങ്ങി സ്റ്റേഡിയം നിർമ്മിക്കാനാണ് തീരുമാനം. വിദഗ്ധ ഉപദേശക സമിതിയെ കണ്ടെത്തുന്നതിന് 1 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നും കായിക വകുപ്പിന് അനുവദിച്ച ഉത്തരവിലൂടെയാണ് സർക്കാർ യൂണിവേഴ്സിറ്റി അറിയാതെ ബഹുദൂരം നീങ്ങിയത് പുറത്തുവന്നത്. കാലിക്കറ്റ് സർവകലാശാലയുടെ 400 കോടി രൂപ വില വരുന്ന ഭൂമി PPP മോഡലിൽ സ്വകാര്യ ഏജൻസിക്ക് വിട്ടുകൊടുക്കാനാണ് നീക്കം. അച്യുതാനന്ദൻ സർക്കാരിന്റെ അവസാന വർഷം M. വിജയകുമാർ സ്പോർട്സ് മന്ത്രിയായിരുന്നപ്പോൾ കേരള സർവകലാശാലയുടെ 400 കോടി രൂപ വിലയുള്ള 37 ഏക്കർ ഭൂമി സമാനമായി സ്വകാര്യ ഏജൻസിക്ക് സ്റ്റേഡിയം നിർമ്മാണത്തിന് വിട്ടുകൊടുത്തിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ അതിന് പാട്ടവ്യവസ്ഥ നിശ്ചയിച്ചു. കഴിഞ്ഞ വർഷം വരെ 84 കോടി രൂപ പ്രൈവറ്റ് ഏജൻസി സർവകലാശാലയ്ക്ക് കുടിശ്ശിക നൽകാനുണ്ട്. ഇപ്പോൾ സ്റ്റേഡിയം പൂർണ്ണമായും സ്വകാര്യ ഏജൻസിയുടെ കൈവശമാണ്. സമാനമായ രീതിയിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ 400 കോടി രൂപ വില വരുന്ന ഭൂമി സ്വകാര്യ ഏജൻസിക്ക് വിട്ടുകൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്റ്റേഡിയം നിർമ്മാണത്തിന് സർക്കാരിന്റെ അവസാന വർഷം മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. സ്പോർട്സ് യുവജനക്ഷേമ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമാണ് ഭൂമി കച്ചവടത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. നാളെ സ്പോർട്സ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും കാലിക്കറ്റ് സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി മാത്രമായി 60 വർഷം മുൻപ് അക്വയർ ചെയ്ത കാലിക്കറ്റ് സർവകലാശാല ഭൂമി കേരള സർവകലാശാലയുടെ ഭൂമി വിട്ടുകൊടുത്തതിന് സമാനമായി സ്വകാര്യ ഏജൻസിക്ക് വിട്ടുകൊടുക്കരുതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സർക്കാർ സ്വന്തം ചിലവിൽ കാലിക്കറ്റിൽ സ്റ്റേഡിയം നിർമ്മിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടതെന്നും ഭൂമാഫിയയ്ക്ക് ഭൂമി വിട്ടുകൊടുക്കുവാനുള്ള നീക്കം തടയണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി.